പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം നമ്മോടുകൂടെ. ലോകം ഏറ്റവും കൂടുതൽ കേട്ട സദ്വാർത്ത, ആ സദ്വാർത്ത ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ദിവസമാണ്. 25 ദിവസങ്ങൾ കർത്താവിൻ്റെ ജനനത്തിൻ്റെ ഈ വലിയ സ്മരണ, വലിയൊരു ആഘോഷം നമ്മൾ സ്വർഗത്തോടും ഭൂമിയോടും തിരുസഭയോടും ചേർന്ന് ലോകമാസകലം ആചരിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. ശാലോം ടിവിയോട് ചേർന്ന് നമ്മൾ ഈ ശുശ്രൂഷയെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് കർത്താവിൻ്റെ വലിയ കൃപയിൽ ആശ്രയിച്ച്. നമ്മൾ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം കേട്ട് ധ്യാനിച്ചു. കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച്, വിശുദ്ധ യോസേപ്പ് പിതാവിനെക്കുറിച്ച്, ഈശോയുടെ ബാല്യകാലത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് വേണ്ടി ജനിച്ച ആ രക്ഷകനായ സത്യദൈവത്തെ, ആ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഈ വായിക്കാനുള്ള സുവിശേഷ ഭാഗങ്ങളൊക്കെ വായിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ലൂക്കാ സുവിശേഷം 1-2 അധ്യായങ്ങളും, മത്തായി സുവിശേഷം 1-2 അധ്യായങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ഓരോ ടാസ്ക് എടുത്ത്, സ്പിരിച്വൽ ടാസ്ക് എടുത്ത് ധ്യാനിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. നമ്മൾ കുടുംബങ്ങൾക്ക് വേണ്ടി യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. ഇന്നലെ പ്രത്യേകമായിട്ട് നമ്മൾ ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെടുക, മരണപ്പെടുക ഒക്കെ സംഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അബോർട്ടഡായി പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം നമ്മൾ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സൗരങ്ങളെ, നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി തന്നെ ഇന്നത്തെ ഒരു ചിന്തയിലേക്ക്, ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അമ്മയിലൂടെ ഈശോ നമ്മുടെ ഉള്ളിലേക്ക് ജനിക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ രാജാവായി വാഴാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സൗരങ്ങളെ, ദൈവം നമ്മോട് കൂടെ. നമ്മൾ തിരിച്ചറിഞ്ഞ, നമ്മളെ ജീവിക്കാൻ പ്രചോദിപ്പിക്കുന്ന വലിയ ഒരു സത്യം, ദൈവം നമ്മുടെ കൂടെ. ഈ ദൈവം നമ്മുടെ കൂടെ വന്ന് വസിച്ചപ്പോൾ, ആ സദ്വാർത്ത ലോകം മുഴുവൻ മുഴങ്ങിക്കേട്ടപ്പോൾ, പരിശുദ്ധ അമ്മയും എലിസബത്തും സക്രിയായും അന്നായും ശിമയോനും ഒക്കെ കേട്ട ആ ഒരു വലിയ സുവിശേഷം, യോസേപ്പ് പിതാവ് സ്വപ്നത്തിൽ സ്വീകരിച്ച ആ വലിയൊരു സുവിശേഷം, അത് ശരിക്കും കേട്ട ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആട്ടിടയന്മാർ. നമ്മൾ അവരെക്കുറിച്ച്, അവർ കേട്ട ആ സുവിശേഷത്തെക്കുറിച്ച്, ആ സുവിശേഷം കേട്ട് ആട്ടിടയന്മാർ ചെയ്ത ഒരു കുഞ്ഞു കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായത്തോടെ നമുക്കത് ധ്യാനിക്കാം. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് ലൂക്കാ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളൊന്ന് വായിക്കാം. ലൂക്കാ സുവിശേഷം 2-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ. ദൂതന്മാർ ഈ സുവിശേഷം അറിയിച്ചതിന് ശേഷം ദൂതന്മാർ ചെയ്തൊരു കാര്യമാണ്. നമ്മളിങ്ങനെ വായിക്കും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വലിയ വ്യൂഹം, ഒരു വലിയ ബറ്റാലിയൻ, ഒരു വ്യൂഹം ആ ദൂതനോട് കൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവത്തിൻ്റെ മഹത്വവും മനുഷ്യർക്ക് സമാധാനവും. എവിടെ കർത്താവിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്നോ അവിടെ മനുഷ്യർക്ക് സമാധാനം ഉണ്ടാവും. നമ്മൾ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ഉണ്ണീശോയോട് നമ്മൾ ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഈശോയുടെ മഹത്വം, ഉണ്ണീശോ ഒരു കുഞ്ഞു തൊഴുത്തിൽ ജനിച്ചത് ഇങ്ങനെ വളർന്ന് വന്നതുപോലെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ പഠന മേഖലയിൽ, നമ്മുടെ കരിയറിൽ, നമ്മുടെ ശുശ്രൂഷയിലൊക്കെ ആ ഉണ്ണി പിറക്കട്ടെ. ആ ഉണ്ണിയുടെ മഹത്വം നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലയിലേറ്റും വളർന്ന് പടർന്ന് പന്തലിക്കട്ടെ. എവിടെ കർത്താവിൻ്റെ മഹത്വം ഉയരുന്നോ അവിടെ മനുഷ്യർക്ക് സമാധാനം. ഇപ്പം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിൻ്റെ മഹത്വം, നമ്മുടെ ജോലി, ശുശ്രൂഷ, പഠനം, നമ്മുടെ പേഴ്സണൽ ലൈഫ്,
എല്ലാ കാര്യത്തിലും കർത്താവിൻ്റെ മഹത്വം നിറയാൻ വേണ്ടി ആഗ്രഹിക്കണം. സമാധാനം നിറയും. അസ്വസ്ഥത നിറഞ്ഞൊരു വീട്ടിൽ, നഷ്ടപ്പെട്ടു പോയൊരു ജോലിയുടെ അവസ്ഥയിൽ, നമ്മുടെ മാനസിക സംഘർഷങ്ങളിൽ, നമ്മുടെ രോഗങ്ങളിൽ, എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത നമ്മുടെ സിറ്റുവേഷനുകളിൽ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ സങ്കടങ്ങളിലും ഈ വേദനകളിലും ഒക്കെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ഇരുട്ടിൽ, ഈ വേദനയിൽ, ഈ കാലിത്തൊഴുത്തിൽ നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്താം. അങ്ങനെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കുമ്പോൾ മനുഷ്യരായ നമുക്ക് സമാധാനം ലഭിക്കും. ഈ പ്രാർത്ഥനയോടെ നമുക്ക് മാലാഖമാരോട് ചേർന്ന്, ആട്ടിടയന്മാരോട് ചേർന്ന് ഒരല്പസമയം പരിശുദ്ധാത്മാവോട് ചേർന്ന് നമ്മൾ ഈ ഒരു വചന ധ്യാനം നമ്മൾ ചെയ്യാൻ പോവാണ്. അതിനുശേഷം നമ്മൾ പതിവ് പോലെ നമ്മൾ ആരാധനയ്ക്ക് ഒരുങ്ങും, പ്രാർത്ഥിക്കും. ക്രിസ്തുമസിന് വേണ്ടി വിശുദ്ധിയോടെ നമുക്ക് ഒരുങ്ങാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗം ഈ ഭൂമിയിലേക്ക് അയച്ച സുവിശേഷമാണ് ഈശോ ആ സുവിശേഷമായിട്ട് നേരിട്ടിങ്ങ് ഇറങ്ങി വന്നു. പലരും അത് കേട്ടു, ആട്ടിടയന്മാരത് കേട്ടു. നമ്മളിപ്പോൾ വായിച്ചു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്നൊക്കെ നമ്മൾ വായിച്ചു. ഈ പ്രാർത്ഥന പോലെ തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെയധികം സമയത്തൊക്കെ ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ ഇല്ലായ്മകളിലും ഒക്കെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റിയാൽ കർത്താവിൻ്റെ മഹത്വം നിറയുന്നു. വെളിപാട് പുസ്തകം 4-ാമത്തെ അധ്യായം 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, മാലാഖമാർ ഇങ്ങനെ സ്തുതിക്കുകയാണ്, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും. നമുക്ക് ബാക്കി അറിയാം, സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. മാലാഖമാർ ആ ദൈവം ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ് വാഴ്ത്തിപ്പാടുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തെ മനസ്സിലാക്കിയ, ദൈവം ആരാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധി എന്താണ്, അവിടുത്തെ അത്യുന്നതി എന്താണെന്ന് മനസ്സിലാക്കി, അവിടുത്തെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കിയ മാലാഖമാർ ആ ദൈവത്തെ വാഴ്ത്തിപ്പാടി. ഈ ദൈവം ഭൂമിയിലേക്ക് രക്ഷകനായിട്ട് ഇറങ്ങി വന്നപ്പോൾ അത് കേട്ട് മനസ്സിലാക്കിയവർ ആട്ടിടയന്മാർ. ഇവരെന്താണ് ചെയ്തത്? അതായത് മാലാഖമാർ ദൈവത്തെ മനസ്സിലാക്കിയപ്പോൾ ആ ദൈവത്തിൻ്റെ മഹത്വത്തെ അവർ വാഴ്ത്തിപ്പാടി ആരാധിച്ചു. ഈ പാവപ്പെട്ട ആട്ടിടയന്മാർ, ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് വിശ്രമിക്കുന്ന, സങ്കടങ്ങളിലും ദാരിദ്ര്യത്തിലും ഒക്കെ ജീവിക്കുന്ന ഈ ആട്ടിടയന്മാർ ഈ രക്ഷകനായ ദൈവത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവരിൽ വന്ന മാറ്റം എന്താണ് അവർ ചെയ്തത്? നമ്മൾ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ലൂക്കാ സുവിശേഷത്തിൽ തന്നെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് ധ്യാന വിഷയമാക്കേണ്ടതുണ്ട്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം എടുക്കാം. 8-ാമത്തെ വാക്യം, ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 8 ഓൺവേഴ്സ്. 8-ാമത്തെ വാക്യം വരെ നമ്മളിങ്ങനെ വായിക്കും: ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി, കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ മഹത്വം നിറയുന്നു, സമാധാനം വരുന്നു. പക്ഷേ ഈ ആട്ടിടയന്മാർക്ക് സംഭവിച്ച ആദ്യത്തെ കാര്യം ഓർത്തെ, കർത്താവിൻ്റെ മഹത്വം അവർ കാണുന്ന സമയത്ത് അവർ ഭയപ്പെടുകയാണ്. അത്രയും കാലം അവർക്ക് ആ ദൈവത്തെ അവർ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. ഒരുപക്ഷെ അവരുടെ ആ ദാരിദ്ര്യത്തിൽ, ആ യഹൂദ പശ്ചാത്തലത്തിൽ അവരറിഞ്ഞ ഒരു ദൈവ സാന്നിധ്യം, അവർ കേട്ട ദൈവത്തിൻ്റെ വാക്ക്, അവരുടെ റബ്ബിമാരോ ഗുരുനാഥന്മാരോ പ്രവാചകന്മാരോ പ്രകൃതിയോ ഒക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അത് ചിലപ്പോൾ ഭയപ്പെടുന്നതായിരിക്കാം, സ്നേഹത്തോടെയുള്ള ഭയമായിരിക്കാം, ആദരവോടെയുള്ള ഭയമായിരിക്കാം, ശരിക്കും വിറ തോന്നുന്ന ഒരു ഭയമായിരിക്കാം. ഈ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊരു ചെറിയ ഒരു തെളിവ് കിട്ടിയപ്പോൾ, അതിൻ്റെ ഒരു സൂചന കിട്ടിയപ്പോൾ തന്നെ അവരുടെ ഉള്ളിലേക്ക് ആദ്യം വന്നത് ഭയമാണ്. പക്ഷെ ആ ഭയപ്പെട്ടിരുന്നവരോട് ദൂതൻ പറയുന്നുണ്ട്. 10-ാമത്തെ വാക്യം, ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. എന്നുവെച്ചാൽ ഇത്രയും കാലം നമ്മൾ ഭയപ്പെടുകയായിരുന്നു. ഇനി മുതൽ ഭയമല്ല, സന്തോഷവും ആനന്ദവും നമ്മുടെ ഉള്ളിലേക്ക് നിറയണം. കാരണം ഒരു വലിയ വാർത്ത നിങ്ങളിനി കേൾക്കാൻ പോവാണ്. നിങ്ങളെ ഭയപ്പെടുത്തിയിരുന്ന പലതും മാറി നിൽക്കാൻ പോവാണ്. നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചത്, നിങ്ങളെ അടിമത്തത്തിലേക്കാക്കിയതെല്ലാം ഇനി തോറ്റു പിന്മാറാൻ പോവുകയാണ്. കാരണം ലോകം കേൾക്കാൻ പോകുന്ന, ലോകം ഇതുവരെ കേൾക്കാനും ഇനി കേട്ടിട്ടുമുള്ള, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, രക്ഷകനെ കുറിച്ച് മാലാഖ അവരോട് ഇപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പോവാണ്. 10-ാമത്തെ വാക്യത്തിൻ്റെ തുടർച്ച വായിക്കണം. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇത്രയും കാലം ഭയപ്പെട്ടു, ഇത്രയും കാലം സങ്കടപ്പെട്ടു, ഇത്രയും കാലം കരഞ്ഞു. ആട്ടിടയന്മാരെ പോലെ ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളും ധ്യാനിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഭയപ്പെട്ടിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മളിങ്ങനെ തകർന്നിരുന്നു പോയിട്ടുണ്ട്. ഈശോ സ്വർഗം നമുക്ക് മാലാഖമാരിലൂടെ, വിശുദ്ധരിലൂടെ നമുക്ക് തരുന്നൊരു സന്ദേശം ഈ ക്രിസ്തുമസ് കാലത്ത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലും സങ്കടത്തിലൂടെ, വേദനയിലൂടെ, ഇരുട്ടിലൂടെ കടന്നു പോവാണെന്ന് ഉണ്ടെങ്കിൽ ഇപ്പം ഈ സുവിശേഷം നിങ്ങൾ കേൾക്കണം. ഭയപ്പെടേണ്ട. ഈശോ തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വലിയൊരു സബ്ജക്റ്റായിട്ട് ഉപയോഗിച്ച ഒരു വാക്കാണത്, ഭയപ്പെടേണ്ട. ഡു നോട്ട് ബി അഫ്രൈഡ്. കടൽ ഇളകുമ്പോൾ, വഞ്ചിയിലേക്ക് വെള്ളം കയറുമ്പോഴും ഈശോ പറഞ്ഞതാണ്, ഭയപ്പെടേണ്ട, ഞാനാണ്. ഈശോ ഈ ഭൂമിയിലേക്ക് അവതരിക്കുമ്പോൾ മാലാഖമാർ, സ്വർഗം ഭൂമിക്ക് കൊടുത്ത ഈ പാവപ്പെട്ട ഇടയന്മാർക്ക്
ഭയപ്പെട്ടിരുന്ന, സങ്കടപ്പെട്ടിരുന്ന, ദാരിദ്ര്യത്തിലായിരുന്ന, ഇരുട്ടിലായിരുന്ന, അധ്വാനിച്ച് തളർന്ന ഇടയന്മാർക്ക് കൊടുത്ത സുവിശേഷം അതാണ്, ഭയപ്പെടേണ്ട. ഇന്ന് നിങ്ങളുടെ വീട്ടിലിരുന്നത് കേൾക്കുമ്പോൾ, ഒരു TV സ്ക്രീനിലോ മൊബൈൽ സ്ക്രീനിലോ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ ആ വാക്ക്, സ്വർഗത്തിൻ്റെ ആ വാഗ്ദാനം നിങ്ങളോട് ഞാൻ ഹൃദയത്തിൽ നിന്ന് ഷെയർ ചെയ്യാണ്. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സകല ജനം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇത് TV യിലൂടെയോ സ്ക്രീനിലൂടെയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതെനിക്കും നിനക്കുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ഇതിലും വലിയ സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ വാർത്ത, സുവിശേഷം നമുക്ക് കേൾക്കാനില്ല. ഇപ്പം ദാരിദ്ര്യത്തിലായിരിക്കാം, ഇപ്പം കണ്ണുനീരിലായിരിക്കാം, ഇരുട്ടിലായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ, തകർന്ന് തരിപ്പണായിട്ട് നിൽക്കുകയായിരിക്കും. ഒരു പ്രതീക്ഷയുടെ ഒരു തിരുനാളം പോലും കാണാണ്ടിരിക്കുകയായിരിക്കാം. അവസാനത്തെ പ്രതീക്ഷയായ ഒരു കച്ചിത്തുരുമ്പ് പോലും കയ്യിൽ നിന്ന് കത്തി അമർന്ന് നിൽക്കുകയായിരിക്കാം. കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോയി നിൽക്കുകയായിരിക്കാം. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എടുത്ത് ഓരോ സ്റ്റെപ്പും അബദ്ധത്തിലേക്കായിപ്പോയി, ചെയ്ത എല്ലാ കാര്യങ്ങളും കണ്ണീരിൽ കലാശിച്ചു. കർത്താവേ, എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല. ഒറ്റയ്ക്ക് സങ്കടപ്പെടുന്നു, കുടുംബം ഒന്നിച്ച് സങ്കടപ്പെടുന്നു, ജോലിയിൽ ക്രൈസിസ്, ജീവിതത്തിൽ ക്രൈസിസ്, സ്വഭാവ ദൂഷ്യങ്ങൾ, സങ്കടങ്ങൾ, പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള വേദനകൾ, പ്രിയപ്പെട്ടവർ ഇട്ടേച്ചു പോയ ഒരു സങ്കടം, അവരുടെ വാങ്ങിപ്പോകൽ തന്ന ഒരു മരണം തന്ന ഒരു സങ്കടം, എല്ലാത്തിലൂടെയും തീച്ചൂളയിലൂടെ കടന്നു പോവാണ്. നസറത്തിലോ ബത്ലഹേമിലോ സങ്കടത്തിൻ്റെ ദിവസങ്ങൾ, ജെറുസലേം മുഴുവനിലും ഇസ്രായേൽ മുഴുവനിലും സങ്കടത്തിൻ്റെ ദിവസങ്ങൾ, അടിമത്തങ്ങൾ, റോമാക്കാരുടെ കിരാത ഭരണം. അതിനിടയിൽ സങ്കടപ്പെട്ടിരുന്ന അവരോടാണ് മാലാഖ വന്ന് പറയുന്നത്, ഭയപ്പെടേണ്ട, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കാൻ പോവാണ്. എന്താണ് ആ വാർത്ത? അത് നമ്മൾ ഇടയന്മാരുടെ ഹൃദയത്തോട് ചേർന്ന് നമ്മളത് കേൾക്കണം. 11-ാം വാക്യം, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. വാക്കുകൾ അഭിഷേകത്തോടെ ഇന്ന് വായിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ചങ്കിലോട്ട് അത് എഴുതി വെക്കണം. എനിക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുമസിൻ്റെ ദ കോർ മെസ്സേജ് ഇതാണ്. ലോകം കേട്ട ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, നിങ്ങൾക്കായി ഒരു രക്ഷകൻ. ആട്ടിടയന്മാർ അത് ഏറ്റെടുത്തു. ഞങ്ങൾക്ക് പട്ടിണിയാണ്, ഞങ്ങൾക്ക് ദാരിദ്ര്യമാണ്, ഞങ്ങൾ ഇരുട്ടിലാണ്, ഞങ്ങൾക്ക് കഷ്ടപ്പാടാണ്, ഞങ്ങൾ റോമൻ ഭരണത്തിൻ്റെ കീഴിലാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും. പക്ഷെ അവർ ആ സുവിശേഷം ഏറ്റെടുത്തു. മാലാഖ ഇത് പറഞ്ഞു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ. അവരത് ഏറ്റെടുത്തു. യെസ്, എനിക്ക് വേണ്ടി ഞങ്ങൾക്കൊരു രക്ഷകനുണ്ടെന്ന്. ഈ സങ്കടത്തിലിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം ഇത് കേൾക്കുന്ന സമയത്ത് എന്ത് ഇരുട്ടിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങളുടെ ഉള്ളിലോട്ട് നിറയണം, എനിക്കൊരു രക്ഷകനുണ്ട്. ആട്ടിടയന്മാർ ആ കിടന്ന കിടപ്പിൽ നിന്ന് ചാടി എഴുന്നേക്കാൻ അവർക്ക് പ്രചോദനം കിട്ടിയത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്. ഈ ലോകത്തിൽ അവർ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു വാർത്ത അവരെന്ന് കേട്ടു. അതുവരെ അവർ കേട്ടത് എന്താണ്? ഞങ്ങൾക്ക് കഷ്ടപ്പാടുണ്ട്, നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ട്, നിങ്ങൾക്ക് ഈ 5-6 ആട്ടുംകുഞ്ഞുങ്ങളുണ്ട്, ഇത് ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് അവർ കേട്ട സദ്വാർത്ത. പക്ഷെ അവർ കേൾക്കേണ്ടിരുന്നതും ലോകം കാത്തിരുന്നതും ആ ഒരു സദ്വാർത്ത അന്ന് അവരെ കേട്ടു. മാലാഖമാർ വന്ന് പറഞ്ഞു, നിങ്ങൾക്കായ ഒരു രക്ഷകൻ. ഇന്ന് ഒരാട്ടുംകുഞ്ഞു പോലും നമുക്ക് ഉണ്ടാവില്ല. ദാരിദ്ര്യം കൊടികൊത്തി വാഴയായിരിക്കാം, സങ്കടങ്ങൾ, കടബാധ്യതകൾ, രോഗങ്ങൾ, യു കോൾ ഇറ്റ് ബൈ എനി നെയിം. നിങ്ങൾ എന്ത് പേരിട്ട ഇരുട്ടിനെ നിങ്ങൾ വിളിച്ചോ, നിങ്ങളെ ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ട സദ്വാർത്തയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നിനക്കായിട്ട് കുഞ്ഞെ, നിനക്കായിട്ട് ഒരു രക്ഷകൻ, കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ബത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ജനിച്ചതിനെ കുറിച്ചല്ല നമ്മൾ പറയണത്. ആ നാട്ടിടന്മാർ അന്ന് ഇത് കേട്ടു എന്നല്ല പറയണത്. ഇന്ന്, ടുഡേ. സുവിശേഷം ആ വാക്ക് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ടുഡേ, ഇന്ന്. ഇതിപ്പോൾ കേട്ടോണ്ടിരിക്കുമ്പോഴേ ഈ മണിക്കൂറിൽ നിനക്ക് വേണ്ടി ഇപ്പോഴും ആ രക്ഷകൻ ജീവിച്ചിരിപ്പുണ്ട്. കാരണം അവൻ ഇന്ന് ജനിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ, ഈ കടമുള്ള നിൻ്റെ വീട്ടിൽ, ഈ കണ്ണുനീരുള്ള നിൻ്റെ ജീവിതത്തിൽ, മുമ്പോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത നിൻ്റെ ഈ ലൈഫിലെ ഈ ക്രൈസിസ് മൊമെൻറ്റിൽ നിനക്കുള്ള സുവിശേഷം ഇതാണ്. ഇന്ന് നിനക്ക് വേണ്ടി ഈശോ ജനിച്ചിരിക്കുന്നു. ഹീ ഈസ് ദേർ, രക്ഷകൻ. പലരും വന്നു നമ്മളെ സഹായിക്കാൻ, പലരും വന്നു കുഞ്ഞ് വെളിച്ചമായിട്ടും മിന്നാമിനിങ്ങായിട്ടും നക്ഷത്രമായിട്ടും. പക്ഷേ ദ റിയൽ സൺ, യഥാർത്ഥ സൂര്യൻ ജനിച്ചു, ഈശോ. ലോകത്ത് മുഴുവൻ കേൾക്കണത്, നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തോട് ഇത് പറഞ്ഞു കൊടുക്കണം, നമുക്കൊരു രക്ഷകനുണ്ടെന്ന്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ജീവിത പങ്കാളി സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും, നിങ്ങളുടെ മക്കൾ ഡിപ്രഷൻ്റെ വക്കി നിൽക്കുകയായിരിക്കാം, നിങ്ങളുടെ മാതാപിതാക്കൾ കടം കയറിയിട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയായിരിക്കും, നിങ്ങളുടെ ഒരു സഹപാഠി, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ, നിങ്ങളുടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരാൾ, നിങ്ങളുടെ കോളേജിലുള്ള ഒരാൾ, നിങ്ങളുടെ കൂടെ ബസ് കാത്തിരിക്കുന്ന ഒരാൾ, നിങ്ങളുടെ സൈഡിലിരുന്ന് വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരാൾ, നിങ്ങൾ നടന്നു പോകുന്ന ദിവസം എല്ലാ ദിവസവും കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഇല്ലെങ്കിൽ ഇന്ന് ആദ്യമായിട്ട് കാണുന്ന ഒരു സ്ട്രേഞ്ചർ ആയിരിക്കാം. ഉള്ളിലൊരു സങ്കടത്തിൻ്റെ നെരിപ്പോടുമായിട്ട് ജീവിക്കുന്ന മനുഷ്യർ, കേട്ടിട്ടില്ലാത്തൊരു സുവിശേഷം നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇങ്ങനെ മൈക്കൊന്നും വേണ്ടെന്നേ, ഒരു ചാനൽ വേണ്ടെന്നേ, നിങ്ങൾക്ക് പറഞ്ഞ് ബലിപ്പിക്കാൻ വാക്കുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ടാവില്ല. ഈ വചനം ഒന്ന് കാണാപ്പാടം പഠിക്കാവോ?
ചങ്കിനകത്ത് നിന്ന് അത് പറയണം, ഓർമ്മയിൽ നിന്നല്ല, തലച്ചോറിൽ നിന്ന് അത് പറയരുത്. കാരണം അവരങ്ങനത്തെ ഒത്തിരി വാക്കുകൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം കലർത്തിയ വാക്ക് നിങ്ങൾ കാണുന്ന ഒരാളോട് ഇന്ന് പറ. നിങ്ങളുടെ മുമ്പിലുള്ള ഒരു വലിയ ആത്മീയ ടാസ്ക്കായിട്ട് ഇന്ന് ഈ ക്രിസ്തുമസ് ഒരുങ്ങുന്ന ഈ ദിവസം അതൊന്ന് ചെയ്യ്. സുവിശേഷം പറ. ആ സുവിശേഷം ഇതാണ്. നമ്മൾ ഇന്ന് ആദ്യത്തെ ദിവസം മുകളിൽ ശ്രദ്ധിച്ചിരുന്നു. സത്യമായ ഈശോ, രക്ഷയും വഴിയും ജീവനുമായ ഈശോ, അവനല്ലാതെ മറ്റൊരു രക്ഷകനില്ലെന്ന്. അത് മനസ്സിലാക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും സങ്കടം എല്ലാവർക്കും ഉണ്ടല്ലോ. ഈശോയെക്കുറിച്ച് മനസ്സിലായില്ലെങ്കിലും സങ്കടത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവല്ലോ. ഒത്തിരി ആളുകളുണ്ടോ നമുക്ക് അറിഞ്ഞൂടെ, ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, ഉടുപ്പും ഷർട്ടും പാൻറ്റും സാരിയൊക്കെ കൊടുത്ത് നമ്മുടെ ചുറ്റും നടക്കുന്നു. എപ്പോഴും അവർ ചിരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ മുറിഞ്ഞ് കിടക്കായിരിക്കും, ഉണങ്ങാത്ത വേദനകൾ കിടപ്പുണ്ടായിരിക്കും. ആരെങ്കിലും ഒരു ആശ്വാസവാക്ക് പറയാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ടാകും. അന്ന് ഇടയന്മാരുടെ അടുത്ത് ദൂതന്മാർ ഇറങ്ങിയ പോലെ ഇന്ന് ദൂതനാവാൻ നിനക്കും എനിക്കും ഒരു ഉത്തരവാദിത്വമാണ്. ഗോ ആൻഡ് പ്രൊക്ലെയിം, പോയി പ്രഘോഷിക്കുക. മണിക്കൂറുകൾ പ്രസംഗിക്കാൻ അറിയത്തുണ്ടാവില്ല. ഈ ഒരൊറ്റ വാക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിന്റെ വീട്ടിൽ മോനെ, നിന്റെ ക്രൈസിസിൽ മോളെ, നിന്റെ ജോലിയില്ലാത്ത അവസ്ഥയിൽ, നിനക്ക് ശമ്പളം കിട്ടാത്ത ഈ അവസ്ഥയിൽ, നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ഉത്തരം കിട്ടാത്ത അവസ്ഥയിലും, നീ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ചങ്കിട്ടടിച്ച് കരയുമ്പോഴും നിനക്കുള്ള സദ്വാർത്ത ഇതാണ്: നിനക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശുക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഹീസ് ദെയർ. അവൻ അവിടെ ഉണ്ട്. അവരത് കേട്ടു. ഇരുട്ടിൽ, അവരുടെ വേദനയിൽ, അവരുടെ ദാരിദ്ര്യത്തിൽ അവരത് വിശ്വസിച്ചു. നമ്മൾ സുവിശേഷം തുടർന്ന് കാണുന്നുണ്ട്. മാലാഖമാരുടെ ഈ സ്തുതിക്ക് ശേഷം ദൂതന്മാർ അവരെ വിട്ട് പോയതിനു ശേഷം അവർ ചെയ്യുന്നൊരു കാര്യം 15-ാമത്തെ വാക്യം ശ്രദ്ധിച്ചൊന്ന് വായിക്കാവോ? ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബത്ലഹേം വരെ പോകാം. എന്ന് വെച്ചാൽ ഈ സുവിശേഷം കേട്ടവർക്ക് പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈശോ എന്നൊരു രക്ഷകൻ നമുക്കുണ്ടെന്ന് മനസ്സിലായാൽ then a duty is called. പിന്നെ ഒരു വിളിയാണ് നമുക്ക്, ഒരു ഹയർ കോൾ. നീ പോയി പറഞ്ഞേ മതിയാവും. നമ്മുടെ ബെനഡിക്റ്റ് പാപ്പ യുവജനങ്ങൾക്ക് വേണ്ടി യുകാറ്റിൻ്റെ ഇൻട്രൊഡക്ഷനിൽ എഴുതിയിട്ടുണ്ട്, ഒരു യുവാവ്, ഒരു യുവതി ഈശോയെ അറിഞ്ഞാൽ അത് അയാളുടെ ഉള്ളിൽ തീ കൊണ്ട് നടക്കുന്ന പോലെയാണ്. അയാൾക്കത് അവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ആ സുവിശേഷം, ആ തീ, ആ കനൽ, അതിൻ്റെ ചൂട് അയാൾ പകർന്നു കൊടുക്കണം. ഇല്ലെങ്കിൽ അയാൾ ഉള്ളിൽ കത്തി എരിയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഭാഗ്യം ചെയ്തവരല്ലേ. ഇന്നിപ്പോൾ ഈ ശാലോം ടി വിയിലൂടെ, ഒന്നുകിൽ ടി വി സ്ക്രീനിലൂടെ, ഇല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ നമുക്ക് ഈ സുവിശേഷം കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. നമുക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ ഒരു രക്ഷകനുണ്ടെന്ന്. അതറിയാത്ത എത്രയോ ആളുകളുണ്ടെന്നറിയോ? നമ്മുടെ അയൽപ്പക്കത്തുണ്ടാവും, നമ്മൾ ജോലി ചെയ്യുന്ന ഇടത്തുണ്ടാവും. നിങ്ങൾക്ക് ഈ സുവിശേഷം പറയാൻ പറ്റുമോ? കേട്ടു, നമ്മൾ ഒത്തിരി ധ്യാനിച്ചു. സോ വാട്ട്? റിസൾട്ട് നമുക്ക് വേണ്ടത് നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൂതന്മാരാവുക. ലെറ്റ് us become angels, let us become messengers. ഈശോ എന്നൊരു രക്ഷകനുണ്ടെന്ന് ഈ ക്രിസ്തുമസ് കാലത്ത് നിങ്ങൾ ഒരു 10 പേരോട് നിങ്ങൾ പറ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് ഈ വലിയൊരു സുവിശേഷ ശുശ്രൂഷയുടെ ഭാഗമാകണം. ഇത്രയും ഭാഗ്യം ലഭിച്ച് നമ്മൾ സുവിശേഷം ഒത്തിരി കേട്ട നമ്മൾക്ക് ഇനി അത് പ്രഘോഷിക്കാൻ ഇറങ്ങാം. നിങ്ങളെ വചനം ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചേ. ദൂതന്മാർ അവരെ വിട്ട്, ലൂക്കാ സുവിശേഷം 2-ാമത്തെ അധ്യായം 15-ാം വാക്യമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബത്ലഹേം വരെ പോകാം. അങ്ങനെ അവരൊരു തീരുമാനം എടുക്കണം. ഗ്രൂപ്പിലൊരു തീരുമാനം എടുക്കുകയാണ്. സുവിശേഷം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ ഈ ഇടയന്മാരെ പോലെ സുവിശേഷം കേട്ടു. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഗ്രൂപ്പുകളിൽ, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. ഈശോയെ പോയി കാണുക എന്നുള്ളത് മാത്രമല്ല, ഈശോ നമ്മൾ കണ്ടു, കേട്ടു, സ്വീകരിച്ചു. നമുക്കിനി മറ്റുള്ളവരോട് പോയി പറയണം. കാരണം ഈ ദൂതന്മാർ ഉടനെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമ്മെ പോയി കാണാമെന്ന് പറഞ്ഞ് 16-ാം വാക്യം, അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊഴുത്തിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. എന്ന് വെച്ചാൽ പിന്നെ അങ്ങ് നിന്നില്ല. നമ്മൾ തൊട്ടുമുമ്പേ പറഞ്ഞില്ലേ ബെനഡിക്റ്റ് പാപ്പയുടെ ഒരു വലിയൊരു കൊട്ടേഷൻ. നമുക്കിനി കാത്തിരിക്കാൻ അധികം സമയമൊന്നുമില്ല. അടുത്ത വർഷത്തെ ക്രിസ്മസ് 2024 ക്രിസ്മസിന് നമ്മൾ ഉണ്ടാകുന്ന ആര് പറഞ്ഞു? നമ്മൾ സ്വർഗത്തിലേക്ക് വലിയ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മളെങ്കിൽ ചെല്ലുമ്പോഴത്തേനും ഈശോ നമ്മളോട് ചോദിച്ചാലോ, നിങ്ങൾ സുവിശേഷം പറഞ്ഞോ? ഞാൻ ഇങ്ങനെ ഒരു രക്ഷകനായിട്ട് അവതരിച്ചത്, നിങ്ങൾക്ക് വേണ്ടി ജനിച്ചത്, ജീവിച്ചത്, മരിച്ചത്, ഉയർത്തെഴുന്നേറ്റ് ഇന്നും വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്നത് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞോ? നിങ്ങൾക്കായ ഒരു രക്ഷകൻ ഈശോ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോ? അവരതിവേഗം പോയി സുവിശേഷം കാണാൻ ശ്രമിച്ചു. കണ്ടതിന് ശേഷം അവർ പോയി പ്രസംഗിച്ചു, പ്രഘോഷിച്ചു. നമുക്കുള്ള സമയമൊക്കെ വളരെ ലിമിറ്റഡാണ്. എത്ര കാലം നമുക്കിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും? ഒത്തിരി ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ കൂടിക്കൊണ്ടിരിക്കാൻ പറ്റും. നൗ വി ആർ ബൗണ്ട് വിത്ത് എ ഡ്യൂട്ടി. നമുക്കിപ്പോൾ ഒരു ഡ്യൂട്ടി നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ട്, സുവിശേഷം പ്രഘോഷിക്കാൻ. അവരതിവേഗം പോയി ആ സുവിശേഷത്തെ, ആ സദ്വാർത്തയെ പുൽത്തൊഴുത്തിൽ കണ്ടു. ഈശോയെ അവർ കണ്ടു. തുടർന്നുള്ള വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 17-ാം വാക്യം, അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. പ്രൊക്ലൈംഡ്. എന്താണ് അവർ അറിയിച്ചത്? ശിശുവിനെക്കുറിച്ച് അവരോട് പറയപ്പെട്ടത്. പല കാര്യങ്ങളുണ്ടാകാം. യോസേപ്പ് പിതാവ് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം.
പരിശുദ്ധ അമ്മ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. അവർ സ്വപ്നത്തിൽ കണ്ടതോ ദൂതൻ വന്ന് മാതാവിനോട് പറഞ്ഞതോ ഒക്കെ ഇവർ രണ്ടുപേരും ഷെയർ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അതിനു മുമ്പ് അവരൊരു സുവിശേഷം കേട്ടല്ലോ. ഈ രാത്രിയിൽ ഉറക്കമില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഈ രാത്രിയിൽ, അവർ കാത്തിരുന്ന ആ രാത്രിയിൽ അവരൊരു സുവിശേഷം കേട്ടില്ലേ? നിങ്ങൾക്കായി ഒരു രക്ഷകൻ. നമുക്കിന്ന് പോയി പറയേണ്ട സുവിശേഷം എന്താണെന്നറിയോ? എനിക്കൊരു രക്ഷകനുണ്ട്, നിനക്കും ഒരു രക്ഷകനുണ്ട്. സങ്കടത്തിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരാളോട് പോയി പറ, നിനക്കൊരു രക്ഷകനുണ്ട്. കാരണം ഞാൻ ആ രക്ഷ അനുഭവിച്ചതാണെന്ന്. മാമോദീസ ലഭിക്കാൻ ഭാഗ്യം ലഭിച്ച, ഒരു വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് ലോകത്തോട് പോയി പറയാനൊരു ഉത്തരവാദിത്വം ഇല്ലേ? എനിക്കായ ഒരു രക്ഷകനുണ്ട്, ആ രക്ഷകൻ നിൻ്റെയും രക്ഷകനാണെന്ന് ഇവർ പോയി അറിയിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്നിങ്ങനെ അവർ പറയുന്നത് കേട്ടിട്ട് തന്നെ സംഭവിച്ച 18-ാം വാക്യം 2:18, അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. അത്ഭുതത്തിൻ്റെ, ഈ ലോകം കേൾക്കേണ്ട ഏറ്റവും വലിയ അത്ഭുതത്തിൻ്റെ സുവിശേഷം അതാണ്. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം അതാണ്. ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യനായി ഇറങ്ങി വന്നു. അവനെപ്പോലെ ജീവിച്ചു, പാപത്തിൽ ഒഴികെ നമ്മളെപ്പോലെ ജീവിച്ചു. അവൻ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു, നമുക്ക് വേണ്ടി അടിയേൽപ്പിക്കപ്പെട്ടു, നമുക്ക് വേണ്ടി അവൻ മരിച്ചു. അവൻ ജനിച്ചതും അവൻ ജീവിച്ചതും അവൻ മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും ഇന്നും കൂടെ ആയിരിക്കുന്നതും നമുക്ക് വേണ്ടിയാണ്. നമുക്കുള്ള രക്ഷയുടെ സദ്വാർത്ത ഇതാണ്. നമ്മൾ അല്പസമയത്തുള്ള ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഒരു വലിയ ബോധ്യമാണ് നമുക്ക് വേണ്ടത്. കാണുന്നത് വെള്ള ഓസ്തി അല്ലെന്ന്, കാണുന്നത് ജീവനുള്ള കർത്താവിനെയാണെന്ന്, നമുക്ക് വേണ്ടി ജനിച്ച് എന്നും കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ ഇമ്മാനുവൽ വാഗ്ദാനം അതാണ്. ദൈവം നമ്മോട് കൂടെ. അത് ജനന സമയത്ത് മാത്രമല്ല, അവൻ്റെ അവസാനത്തെ, ഈശോയുടെ അവസാനത്തെ വാഗ്ദാനം അതായിരുന്നു. നമ്മൾ മത്തായി സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, യുഗാന്ത്യം വരെ എന്ന് ഞാൻ കൂടെ കാണും. എമ്മൗസിലേക്ക് പോയുള്ള ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ലേ? ലൂക്കാ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ നാഥാ കൂടെ വസിക്കണേ എന്ന് പറഞ്ഞപ്പോൾ കൂടെ വസിക്കുകയല്ല, ഉള്ളിൽ കയറി വസിച്ചവനാണ്. വിശുദ്ധ കുർബാനയായതാണ് ഈശോ. കൂടെ വസിക്കണം എന്ന് പറഞ്ഞവരോട് ഉള്ളിൽ വസിച്ചത്. നമുക്കിന്ന് കാണിച്ചു കൊടുക്കണ്ടേ ലോകത്തിന് മുമ്പിൽ ഈ രക്ഷകനെ കുറിച്ച്? ഒരു ഡ്യൂട്ടി, ഒരു സുവിശേഷ ശുശ്രൂഷയ്ക്കുള്ള ഡ്യൂട്ടി നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയെക്കുറിച്ച് കേട്ട ഈ കാര്യങ്ങൾ, അവർ കണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞു. ജനം അത്ഭുതപ്പെട്ടു. പരിശുദ്ധ അമ്മയൊക്കെ ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, മറിയം ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. തൊട്ടടുത്ത വാക്യം ശ്രദ്ധിച്ചേ, ലൂക്കാ സുവിശേഷം 2:20, തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. അവരിത് കേട്ടു, അവർ പറഞ്ഞു. അവിടെ അവസാനിച്ചില്ല. അവർ സുവിശേഷം പ്രഘോഷിച്ചത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിങ്ങനെ സുവിശേഷം പ്രഘോഷിക്കുക, നമ്മൾ ഇപ്പോൾ ഈ ചാനലിലോ നമ്മൾ യൂട്യൂബ് ചാനലിലോ ഒക്കെ കാണുന്ന ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ സുവിശേഷം എത്തിച്ചു കൊടുക്കുക. എന്താണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് അനാലിസിസ്? എന്താ സംഭവിക്കുക? ദൈവ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മളൊരു ഭാഗമാകുകയാണ്. ദൈവനാമം മഹത്വപ്പെടുകയാണ്. അങ്ങനെ നമ്മൾ ആ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയാൽ കർത്താവ് നമ്മളെയും അനുഗ്രഹിക്കും, മഹത്വപ്പെടുത്തും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുമെന്നാണ് ഈശോ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഈ കുഞ്ഞുണ്ണീശോയുടെ ഈ ജന്മദിനത്തോട് ഏറ്റവും അടുക്കുന്ന, പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ദൈവം നമ്മോട് കൂടെ ഈ ശുശ്രൂഷയുടെ 4-ാമത്തെ ദിവസത്തിൽ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ വാഗ്ദാനം, നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നിറയേണ്ട വാഗ്ദാനം അതാണ്. നിങ്ങൾ ഈശോയെക്കുറിച്ച് പറ. ഒരാളോടെങ്കിൽ ഒരാളോട് നിങ്ങളെ കർത്താവ് മഹത്വപ്പെടുത്തും. എന്നെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞോളാമെന്ന് ഈശോ പറയുന്നതാണ്. ദൈവം നമ്മോട് കൂടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ബോധ്യം നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്ന വലിയൊരു നന്മ പ്രവൃത്തി എന്താണെന്നറിയോ? നമ്മൾ ഈ സുവിശേഷത്തെക്കുറിച്ച്, സദ്വാർത്തയെക്കുറിച്ചൊക്കെ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പേഴ്സണലി ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ അടുത്തിരുന്നാലേ നമുക്ക് ഈ ഒരു ശുശ്രൂഷയ്ക്കുള്ള ഒരു കൃപ കിട്ടുള്ളൂ. ഈ ആട്ടിടയന്മാർ അവിടെ ഇരിക്കുകയായിരുന്നു, അവർ കാത്തിരിക്കുകയായിരുന്നു, അവർ അധ്വാനിച്ചു. നമ്മളെപ്പോലെയൊക്കെ തന്നെ അവർ അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു, രാത്രി വരെ ഉറക്കമുളച്ചെന്ന് പണിയെടുക്കുന്നു. പക്ഷെ അവർ റിസപ്റ്റീവായിരുന്നു. അവർ കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടി കാത് തുറന്നിരുന്നു. അവർ ആട്ടും കുഞ്ഞുങ്ങളുടെ ഒച്ച കേട്ടു, കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഒച്ച കേട്ടു. പക്ഷേ ഈ രാത്രിയുടെ യാമങ്ങളിൽ അവർ കർത്താവിൻ്റെ സ്വരം, ദൂതൻ വന്നപ്പോൾ അത് കേൾക്കാൻ അവരുടെ കാതും ഹൃദയം തുറന്നു കൊടുത്തു. നമുക്കും ചെയ്യേണ്ട ഒരു വലിയ കാര്യം ഇതാണ്. കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടി നമ്മുടെ കാത്, നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം തുറന്നു കൊടുക്കുക. നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ പുണ്യപ്രവൃത്തി എന്താണെന്നറിയോ? പേഴ്സണലി മാത്രമല്ല, അത് മറ്റുള്ളവരിലേക്കും കൃപ നിറയുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ്. നിങ്ങൾക്ക് സാധിക്കും, നിങ്ങൾക്കൊരു ദേവാലയ അന്തരീക്ഷമൊക്കെ തൊട്ടടുത്തുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് നിങ്ങൾക്കൊന്ന് പോയി ആരാധനയ്ക്ക് ഇരിക്കാവോ? ഇനിയില്ല, പള്ളി അങ്ങനെ ദൂരെ എത്താവുന്ന ഒരു സ്ഥലത്തല്ല, നിങ്ങൾ മറ്റൊരു അങ്ങനെ ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലാണെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് പേഴ്സണൽ പ്രയറിന് ഇരിക്കാവോ? നിങ്ങൾക്ക് വേണ്ടിയും, നിങ്ങൾ നാളെ സുവിശേഷം പറയാൻ പോകുന്നവർക്ക് വേണ്ടിയും,
കാരണം ഈശോയുടെ അടുത്തിരുന്നാലേ ഈശോയെക്കുറിച്ച് അറിയുള്ളൂ, പോയി പറയാൻ പറ്റുള്ളൂ, അവനെക്കുറിച്ച് കേൾക്കാൻ നിങ്ങളുടെ ഹൃദയം തുറന്ന് കിട്ടുള്ളൂ. സാധിക്കുന്ന എല്ലാവരും ഇന്ന് ഒരു 15 മിനിറ്റ്, നമ്മളിപ്പോൾ ഉടനെ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ചല്ല അച്ഛൻ പറയുക, നിങ്ങളുടെ ഇടവക ദേവാലയത്തിലോ നിങ്ങളുടെ അടുത്തുള്ള ഒരു ആശ്രമ ദേവാലയത്തിലോ ഒരു ചാപ്പലിലോ ഒരു 15 മിനിറ്റ് സാധിക്കുമെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ ഒന്ന് പോയിരിക്കുക. പ്രത്യേകിച്ച് ഇന്നൊന്ന് 15 മിനിറ്റ് പോയിരിക്കുക. ഒരു അരമണിക്കൂറോളം പേഴ്സണൽ പ്രെയർ സാധിക്കുന്നവർ ചെയ്യുക. കർത്താവിൻ്റെ അടുത്തിരിക്കുക. അതൊരു വലിയ പുണ്യപ്രവൃത്തിയാണ്. ഈ ക്രിസ്തുമസിന് നമ്മൾ ഒരുങ്ങുന്ന ഈ വലിയ ദിവസങ്ങളിൽ ഈശോയുടെ കൂടെ ഇരിക്കുക, അടുത്തിരുന്ന് അവനെ അറിയുക, സ്നേഹിക്കുക. ദൈവം എൻ്റെ കൂടെ, നിങ്ങളുടെയും കൂടെ. നമുക്കൊരു രക്ഷകനുണ്ട്. ആ സദ്വാർത്ത നമ്മൾ അറിഞ്ഞു, ആ സദ്വാർത്ത നമ്മൾ മറ്റുള്ളവരോടും പറയുക. ഈശോ നമ്മളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആരാധനയിലേക്ക് ഭയഭക്തി ബഹുമാനത്തോടെ സ്നേഹത്തോടെ പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജീവിതയാത്രയിൽ പാതയമാകുവാൻ രക്ഷകൻ മാത്രമേയുള്ളൂ. ജീവിതയാത്രയിൽ പാഥേയമാകുവാൻ രക്ഷകൻ മാത്രമേയുള്ളൂ. രക്ഷകനായി നീ അവതരിച്ചില്ലെങ്കിൽ പുൽക്കൊടി മണ്ണോടലിഞ്ഞു പോകും. രക്ഷകനായി നീ അവതരിച്ചില്ലെങ്കിൽ പുൽക്കൊടി മണ്ണോടലിഞ്ഞു പോകും. പുൽക്കൊടി മണ്ണോടലിഞ്ഞു പോകും. നാഥ പിറന്നിടുമോ ഈ പുൽക്കുടിലാകുമൻ ഹൃദയത്തിനൾത്താരയിൽ. 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 ആരാധന 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 ഈശനാരാധന. പാടി പ്രാർത്ഥിക്കാം. ആരാധന ആരാധന ഈശോയെ ആരാധന ഈശനാരാധന. ഒരിക്കൽ കൂടി ഹൃദയം തുറന്ന് പാടിക്കേ. ആരാധന ആരാധന ഈശോ ആരാധന ഈശനാരാധന. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങയുടെ മക്കളൊന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുകയാണ്. അങ്ങയുടെ തിരുപ്പിറവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന 4ാമത്തെ ഈ ദിവസം കർത്താവെ, വചനം കേട്ട് ഹൃദയം നിറഞ്ഞ ഞങ്ങൾ ആ നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ ആരാധിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തെ ഒരൾത്താരയാക്കി അങ്ങ് മാറ്റണേന്ന് ഞങ്ങളിത് പ്രാർത്ഥിക്കുകയാണ്. പുൽത്തൊഴുത്താണ് ഈ ഹൃദയം. ഈ ഹൃദയത്തെ, ഈ പുൽത്തൊഴുത്താകുന്ന ഈ ഹൃദയത്തെ അങ്ങ് അൾത്താരയാക്കി മാറ്റണമേ, അങ്ങ് വന്ന് പിറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ തുറന്ന് ഈശോയെ കാണാം. നാഥാ, വന്ന് പിറക്കണമേ, എൻ്റെ ഹൃദയത്തിൽ നീ വന്ന് പിറക്കണമേ. രക്ഷകനായി നീ ഒന്ന് ഇറങ്ങി വരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈരടികളോട് ചേർന്ന്, നാഥാ നീ വരണമേ, വന്ന് പിറക്കണമേ. പിറന്നിടുമോ ഓ ഈശോയെ, നാഥ പിറന്നിടുമോ
പ്രാർത്ഥിച്ചേ, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചേ. നാഥാ പിറന്നിടുമോ, ഓ ഈശോനാഥാ, നാഥാ പിറന്നിടുമോ, എന്റെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് നാഥാ നീ വന്നിടുമോ, ഈശോയെ നാഥാ നീ വന്നിടുമോ, നാഥാ നീ വന്നിടുമോ, എന്റെ ഹൃദയത്തെ ഒരു അൾത്താരയാക്കി മാറ്റാൻ നാഥാ നീ ഈ പുൽത്തൊഴുത്താകുന്ന ജീവിതത്തിലേക്ക് നാഥാ നീ വരാമോ? സ്നേഹമായി വന്നിടുമോ, ഈശോയെ സ്നേഹമായി വന്നിടുമോ, കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിച്ചേ. സ്നേഹമായി വന്നിടുമോ, എന്റെ ഈശോയെ, സ്നേഹമായി വന്നിടുമോ, ഈശോയെ ശാന്തിയായി വന്നിടുമോ, ഈശോയെ ശാന്തിയായി വന്നിടുമോ, ഈശോയെ ശാന്തിയായി വന്നിടുമോ, ശാന്തിയായി വന്നിടുമോ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക്, സ്വർഗത്തിന്റെ സ്വരം കേട്ടവർക്ക്, അത്യുന്നതന്റെ മഹത്വം ലഭിച്ചവർക്ക് സമാധാനം. ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം. മാലാഖമാരോട് ചേർന്ന് നമ്മൾ കർത്താവിനെ ആരാധിക്കുകയാണ്. ഇടയന്മാരുടെ മുമ്പിൽ മാലാഖമാരുടെ വലിയൊരു വ്യൂഹം, വലിയൊരു സൈന്യം ഇങ്ങനെ പാടി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അവർ വാഴ്ത്തിപ്പാടി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. കർത്താവിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ അൾത്താരയിലേക്ക് നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഉറപ്പിക്കാം. ദൈവത്തെ നേരിട്ട് കാണുകയാണ് നമ്മൾ ഒരിക്കൽ കൂടി. കാലിത്തൊഴുത്തിൽ പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും കണ്ട അതേ ദൈവകുമാരന്റെ സാന്നിധ്യം, ദൈവപുത്രന്റെ സാന്നിധ്യം, കുഞ്ഞുണ്ണീശോയുടെ സാന്നിധ്യം, മാലാഖമാര് വാഴ്ത്തിപ്പാടിയ ആ ദൈവത്തിന്റെ സാന്നിധ്യം, ആട്ടിടയന്മാര് കേട്ട ആ സുവിശേഷത്തിന്റെ സാന്നിധ്യം ഇതാ നമ്മുടെ മുമ്പിൽ. മാലാഖമാര് ഇങ്ങനെ വന്ന്, ദൂതന്മാര് ഇങ്ങനെ വന്ന് ആട്ടിടയന്മാരോട് പറയുന്നുണ്ട്, ഇതാ സകല ജനത്തിന് വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദ ഗുഡ് ന്യൂസ്, സദ്വാർത്ത. ഇതിലും വലിയൊരു സുവിശേഷം, ഇതിലും വലിയൊരു ആനന്ദത്തിന്റെ വാർത്ത നമുക്ക് കേൾക്കാനില്ല. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശുക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. രക്ഷകൻ, ദ സേവിയർ, ദ റെഡീമർ, ഈശോ മിശിഹ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കേൾക്കേണ്ട സുവിശേഷം ഇതല്ലേ? കെട്ട വാർത്തകൾ, വിഷമിപ്പിക്കുന്ന വാർത്തകൾ, സങ്കടപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത് ഇന്ന് കേൾക്കേണ്ടത് ഈ സദ്വാർത്തയാണ്. അന്ന് സുവിശേഷം കേൾക്കാൻ വേണ്ടി ഹൃദയം തുറന്നു കൊടുത്ത, ഈ ഗുഡ് ന്യൂസ് കേൾക്കാൻ വേണ്ടി ഹൃദയം തുറന്നു കൊടുത്ത ആ ആട്ടിടയന്മാരെ പോലെ നമ്മുടെ നെഞ്ചുംകൂട് ഒന്ന് തുറന്നു കൊടുത്തേ. ഈ സുവിശേഷം നീ കേൾക്കണം. ഈ സദ്വാർത്തയാണ് നീ ഇന്ന് കേൾക്കേണ്ടത്. കാലത്തിന് വ്യത്യാസം സംഭവിച്ചു. അന്ന് ഇരുട്ട്, അന്ന് അടിമത്തം, അന്ന് ദാരിദ്ര്യം. ഇന്നും ഉണ്ട് പലതരത്തിലുള്ള ഇരുട്ടുകൾ, പലതരത്തിലുള്ള അടിമത്തങ്ങൾ, പലതരത്തിലുള്ള അന്ധകാരങ്ങൾ. അന്ന് അവർ കേട്ട അതേ സുവിശേഷം മക്കളെ നമ്മൾ ഇന്ന് കേൾക്കണം. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, എനിക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശുക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ക്രിസ്തുമസിന്റെ സുവിശേഷം ഇതാണ്. ഈ 4-ാമത്തെ ദിവസം, ഈ ആരാധനയുടെ മണിക്കൂറിൽ നമ്മളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് പതിക്കേണ്ട സുവിശേഷം അതാണ്. നമ്മുടെ ചിന്തകളെ ഭരിക്കേണ്ട സുവിശേഷം അതാണ്. എനിക്കൊരു രക്ഷകനുണ്ട്. ഐ ഹാവ് എ റെഡീമർ ആൻഡ് ഹിസ് നെയിം ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഈശോ എന്നാണ് അവിടുത്തെ നാമം. മാലാഖമാര് വാഴ്ത്തിയ, പ്രഖ്യാപിച്ച ആ വിശ്വാസം, ആ ബോധ്യം, ആ വെളിച്ചം നമ്മളിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. എനിക്കൊരു രക്ഷകനുണ്ട്. എൻ്റെ കാലിത്തൊഴുത്തിൽ, എൻ്റെ വേദനയിൽ, എൻ്റെ ദാരിദ്ര്യത്തിൽ, എൻ്റെ ഇല്ലായ്മകളിൽ, എൻ്റെ അധ്വാനത്തിൻ്റെ ഭാരങ്ങൾ എന്നെ വീർപ്പ് മുട്ടിക്കുമ്പോൾ, എൻ്റെ കണ്ണുനീരുകൾ എൻ്റെ ഉറക്കം കെടുത്തുമ്പോൾ, ഐ ഹാവ് എ സേവിയർ, ഐ ഹാവ് എ റെഡീമർ. ഈശോ എന്നാണ് ആ രക്ഷകന്റെ പേര്. കണ്ണു തുറന്ന് ആ രക്ഷകനെ കണ്ടേ. നിന്റെ ജീവിതത്തിന് വെളിച്ചം തരുന്ന മറ്റാരുണ്ട്? വേറെ ഒന്നിലേക്ക് ശ്രദ്ധിക്കേണ്ട. വേദനകളെ കുറച്ച് സമയത്തേക്ക് മറക്കുക, സങ്കടങ്ങളെ മറക്കുക. നമുക്കൊരു രക്ഷകനുണ്ടല്ലോ. ഈ കടത്തിന് മുകളിൽ
ഈ രോഗത്തിന് മുകളിൽ, ഈ ഇരുട്ടിന് മുകളിൽ, ഈ പ്രതിസന്ധികൾക്ക് മുകളിൽ യു ഹാവ് എ സേവിയർ. നിനക്കൊരു രക്ഷകനുണ്ട്. കണ്ണു തുറന്ന് ഈശോയെ കാണുക. കാലിത്തൊഴുത്തിൽ വന്ന് പിറന്ന ആ ഉണ്ണീശോയെ കാണുക, ജീവനോടെ കാണുക. അമ്മ കയ്യിലെടുത്ത ആ ഉണ്ണി, യേശുപിതാവ് സ്നേഹത്തോടെ കൈപിടിച്ച് നടത്തിയ ആ ഉണ്ണി, ഇതാ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന ദൈവം. കാലിത്തൊഴുത്തിൽ വന്നു പിറന്ന ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കാലികൾക്കു നടുവിൽ നീ പിറന്നുവല്ലോ, ഈശോയെ എൻ കുറവുകൾക്കു നടുവിൽ നീ പിറന്നേടുമോ. ഇരടികളെ സാധിക്കുന്നവരെല്ലാരും ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാവോ? കൈകൾക്കു നടുവിൽ നീ പിറന്നിടുമോ, എൻ കുറവുകൾക്കു നടുവിൽ നീ പിറന്നിടുമോ. കാലിത്തൊഴുത്തിനേക്കാൾ കറകളുണ്ടേലും എൻ ഹൃത്തടത്തിൽ വാഴുവാൻ നിനക്കെന്നുമിഷ്ടം. ഈശോയെ കാലിത്തൊഴുത്തിനേക്കാൾ കറകളുണ്ടേലും എൻ ഹൃത്തടത്തിൽ വാഴുവാൻ നിനക്കെന്നുമിഷ്ടം. ഈശോയെ ആരാധന 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 ആരാധന. ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധന 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 ആരാധന. ഈശോയില് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ തിരുസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരിടത്താണ് നമ്മൾ ഈ പ്രാർത്ഥന സമർപ്പിക്കുക. വചനത്തിൽ ഇന്ന് ഈ 4-ാമത്തെ ദിവസം ദൈവം നമ്മോട് കൂടെ എന്നുള്ള നമ്മുടെ ഈ യാത്രയിൽ, ഈ ക്രിസ്മസ് യാത്രയിലെ 4-ാമത്തെ ദിവസത്തിലാണ് വചനം നമ്മൾ കേട്ടു. ആട്ടിടയന്മാർക്കുണ്ടായ ഒരു ക്രിസ്തുമസ് അനുഭവം, അവരുടെ ഇരുട്ടുകളിൽ, അവരുടെ വേദനകളിൽ അവർ അനുഭവിച്ച ദൈവ സാന്നിധ്യം. നമുക്കറിയാലോ ഈ ആട്ടിടയന്മാരെ കുറിച്ചൊക്കെ. നമ്മളിപ്പോൾ പുൽക്കൂട് കെട്ടിയുണ്ടാക്കുമ്പോൾ ആ ഇടയന്മാരെ പല സ്ഥലങ്ങളിൽ നമുക്ക് വെക്കുന്നു, അവരുടെ ആട്ടുകുഞ്ഞുങ്ങളെയൊക്കെ വെക്കുന്നു. നിങ്ങൾ ആ ഒരു യഥാർത്ഥ സംഭവത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈശോ പിറക്കുന്ന ആ ദിവസം, ആ രാത്രിയിൽ ആട്ടിടയന്മാർ അധ്വാനിക്കായിരുന്നു. അവർ ഉറക്ക വിളച്ചിരുന്ന് ആടുകൾക്ക് കാവൽ നിൽക്കായിരുന്നു എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുക. മാലാഖമാർ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. ലോകം കേട്ട വലിയ സുവിശേഷം, നിങ്ങൾക്കൊരു രക്ഷകനുണ്ട്, ആ രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു. വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. ഈ വാർത്ത പറഞ്ഞ് തീരുമ്പോൾ വലിയൊരു വ്യൂഹം, വലിയൊരു ബറ്റാലിയൻ, ഒരു സൈന്യം പോലെ മാലാഖമാര് ഇറങ്ങി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക്, അത് ലഭിച്ചവർക്ക് സമാധാനം. ഈ വ്യൂഹം അങ്ങ് മാറിക്കഴിയുമ്പോൾ ഇവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആട്ടിടയന്മാര് ലൂക്കാസ് സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കും. ഈ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിച്ച് അവർ ഓടി ചെല്ലുകയാണ്, അന്വേഷിക്കുകയാണ്. ഉടനെ അവര് ബത്ലഹേം ലക്ഷ്യമാക്കി, ആ കാലിത്തൊഴുത്ത് ലക്ഷ്യമാക്കി ഓടി. അവരവിടെ ചെന്നിട്ട് കാണുന്നത് കുഞ്ഞിനെ കാണുകയാണ്. മറിയത്തോടൊപ്പം യോസേപ്പ് പിതാവിനോടൊപ്പം ആ കാലിത്തൊഴുത്തിൽ കുഞ്ഞുണ്ണി ഈശോയെ കണ്ടു. ഈശോയിലേക്ക് ഒന്നും കൂടെ നോക്കിക്കേ. അന്ന് ആ ആട്ടിടയന്മാര് കണ്ടപ്പോൾ അവരുടെ ഉള്ളിലേക്ക് നിറഞ്ഞ സന്തോഷം എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അവരുടെ ദാരിദ്ര്യത്തിൽ, അവരുടെ ഇരുട്ടിൽ, അവർ ഈശോയെ കണ്ടപ്പോൾ അവരുടെ ഉള്ളിലേക്ക് വർണ്ണിക്കാനാവാത്തൊരാനന്ദം നിറഞ്ഞു. അവരുടെ സന്തോഷം കൊണ്ട് ഒരുപക്ഷെ അവിടെ നിന്ന് മാലാഖമാര് പാടിയതുപോലെ പാടിക്കാണും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം,
ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹയസ്റ്റ്. അത് മാലാഖമാരുടെ മാത്രമല്ല, സങ്കടം അനുഭവിക്കുന്ന ഒരു ആട്ടിടയൻ്റെയും ദാരിദ്ര്യത്തിലായിരിക്കുന്ന, വിഷമത്തിലായിരിക്കുന്ന നമ്മുടെയും സ്തുതിഗീതമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ കർത്താവിൻ്റെ കൃപ ലഭിച്ച നമുക്ക് സമാധാനം. പീസ് വിൽ ബി വിത്ത് us. സമാധാനം നിറയും. കണ്ണുകൾ ഈശോയിലേക്ക് തന്നെ തിരിച്ചേ. നമ്മുടെ മുമ്പിലുള്ള സമാധാനത്തിന്റെ രാജാവാണ് ദ കിങ് ഓഫ് പീസ്. നിന്റെ ജീവിതത്തിന്റെ എല്ലാ ഇരുട്ടുകളെ, ആകുലതകളെ, സങ്കടങ്ങൾക്കെല്ലാം ഉത്തരം തരുന്ന സമാധാന രാജാവ് ഈശോ. ഒരു കുഞ്ഞായിട്ടല്ല, ജീവനുള്ള ദൈവം ഇതാ നിന്റെ മുമ്പിൽ. കണ്ണ് തുറന്ന് ആ ഈശോയെ കണ്ടേ. അത്യുന്നതകളിൽ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ മുമ്പിൽ ഈ അൾത്താരയിൽ നിൽക്കുകയാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ആ ദൈവ മഹത്വം നിങ്ങൾ കാണുകയാണ്. ഈ മഹത്വം നിങ്ങൾ കാണുമ്പോൾ, ആ മഹത്വത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ കൃപ നിറയാണ്. ആ കൃപ നിറഞ്ഞവർക്ക് സ്വർഗം കൊടുക്കുന്ന സമ്മാനമാണ് സമാധാനം, പീസ്. നിന്റെ ഇരുട്ടിൽ, നിന്റെ വേദനയിൽ. അന്നവര് ഈശോയെ പോയി കണ്ടു, മാതാവിനെ കണ്ടു, യൗസേപ്പ് പിതാവിനെ കണ്ടു. ഈശോയെ ആരാധിക്കുകയാണ്. ഈശോയുടെ സാന്നിധ്യം കണ്ട് അവരുടെ ഉള്ളിലേക്കൊരു മഹത്വം നിറയുകയാണ്. ആ ആട്ടിടയന്മാരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, യൗസേപ്പ് പിതാവിനോട് ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കണം. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയുടെ വലിയ അനുഗ്രഹത്തിന്റെ ഈ സമയത്ത് തമ്പുരാന്റെ വലിയ കൃപ നിറയാൻ വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. സ്വസ്ഥാനങ്ങളിൽ ശാന്തമായിട്ടിരിക്കുക. കരങ്ങൾ മടിയിൽ യാചന രൂപത്തിൽ തുറന്നു വയ്ക്കുക. കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക. എല്ലാം ഈശോയ്ക്ക് കൊടുത്തേക്കുക. നമ്മുടെ ആരാധനയുടെ മണിക്കൂറുകളാണ്. നമ്മുടെ വചനം കേട്ട് ശക്തി പ്രാപിച്ച് ആ വചനം മാംസമായി ഈശോയെ ആരാധിക്കുന്ന സമയമാണ്. ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. 25 ദിവസങ്ങൾ വിശുദ്ധിയോടെ നമ്മൾ നോമ്പൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പല കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും വേണ്ടാന്ന് വെച്ചു. ഈശോയെ അറിയണം. ആ കുഞ്ഞുണ്ണി ഈശോയെ കാലിത്തൊഴുത്തിൽ പിറക്കാനല്ല, നമ്മുടെ ഹൃദയത്തിൽ പിറക്കണം. നമ്മുടെ ഇല്ലായ്മകളിൽ, നമ്മുടെ കുറവുകളിലൊക്കെ ആ ഈശോ സമാധാനമായിട്ട് വെളിച്ചമായിട്ടൊന്ന് പിറക്കണം. അവർ കേട്ട ആ സദ്വാർത്തയുടെ ആ ഒരു വാക്ക്, ഒരു ഫ്രേസ് ഓർത്തെ. നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ യേശു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഈ ആരാധനയുടെ സമയത്ത് ഈശോയുടെ പ്രാർത്ഥിക്കുക, കർത്താവെ ഇന്ന് വേണം ഇത്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ച കുറേ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്കൊരു ബോധ്യം തരുന്നില്ലേ? അന്ന് കാലിത്തൊഴുത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ കാൽവരിയിൽ സംഭവിച്ചു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു, യൗസേപ്പ് പിതാവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു, രക്ഷ നൽകുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതെല്ലാം പറഞ്ഞ് നമ്മൾ ആരാധിച്ചു. ഇന്ന് ഈ കാലിത്തൊഴുത്തിൽ ആ ഒരു എപ്പിസോഡ് നടക്കുന്ന സമയത്ത് സ്വർഗം കൊടുത്ത വാക്കുണ്ട്, നിങ്ങൾക്ക് ആ ഒരു രക്ഷകൻ കർത്താവായ യേശു ഇന്ന് ജനിച്ചിരിക്കുന്നു. നമ്മുടെ അടിമത്തങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ ഇല്ലായ്മകളിലെല്ലാം ഇന്ന് ടുഡേ വി ഹാവ് എ സേവിയർ. കാൽവരിയിലേക്ക് ഒന്ന് കണ്ണോടിക്കണം. കാൽവരിയിൽ ഈശോ പ്രാണവായുവിന് വേണ്ടി പെടാപ്പാട് പെടുന്നൊരു നേരത്ത് കൂടെ കിടക്കുന്ന കാരാഗ്രഹവാസികൾ, ഒരുപക്ഷെ യോസഫിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. അതുപോലെ തന്നെ മരണത്തിന് വിധിക്കപ്പെട്ട 2 കള്ളന്മാർ ഈശോയുടെ ഇടതും വലതുമായിട്ടുണ്ട്. അതിലൊരാൾ പ്രാർത്ഥിക്കുന്നുണ്ട്, യാചിക്കുന്നുണ്ട്, നീ നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ ഒന്ന് ഓർത്തേക്കണേ കർത്താവേ. ഈശോ മറുപടി പറയുന്നുണ്ട്, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കും. സ്വർഗത്തിൻ്റെ ഒരു വാഗ്ദാനം ആ രീതിയിലാണ്. ഈശോയുടെ ഒരു പ്രോമിസിൻ്റെ ഒരു ഫോർമാറ്റ് അതാണ്, ഇന്ന് ടുഡേ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും, വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി. ഈ കാലിത്തൊഴുത്ത് പോലെയുള്ള വീടിനെ ഈശോയെ ഒരു കൊട്ടാരമാക്കി മാറ്റണം നിന്റെ സാന്നിധ്യം കൊണ്ട്. ഇരുട്ട് നിറഞ്ഞ ഈ ജീവിതത്തിലേക്ക് നീ ഒരു സമാധാനം തരണം. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോയ എൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷം തരണം. ആട്ടിടയന്മാരെ പോലെ കഷ്ടപ്പെട്ട് രാവും പകലും ഉണർന്നിരുന്ന് അധ്വാനിച്ചിട്ട് ഫലം കിട്ടാത്ത എൻ്റെ ജീവിതത്തിൽ, എൻ്റെ അധ്വാനത്തിൽ, എൻ്റെ പഠനത്തിൽ, എൻ്റെ ജോലിയിൽ നീ എനിക്കൊരു ശാന്തിയും സമാധാനവും തരണം. മാലാഖമാർ വന്ന് പറയുന്നുണ്ട്, ഇന്ന് അത് സംഭവിക്കുകയാണ്. ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടുഡേ, നൗ. ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് ആ അത്ഭുതം, അടയാളം സംഭവിക്കണം. കാൽവരിയിലെ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറയാണ്, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കും ടുഡേ. കർത്താവ് നമ്മളെ ഓർത്താൽ സംഭവിക്കുന്ന അത്ഭുതം അതാണ് പ്രിയപ്പെട്ട മക്കളെ. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം, നോഹയെ കർത്താവ് ഓർത്തു, അവൻ്റെ സങ്കടങ്ങൾ, പ്രകൃതിയുടെ പ്രശ്നങ്ങൾ കർത്താവ് മാറ്റിയെടുത്തു. ഉൽപ്പത്തി പുസ്തകം തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ റാഹേലിനെ കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചപ്പോൾ ഓർക്കണം, റാഹേലിനെ കർത്താവ് സ്മരിച്ചു. അവൾക്കുണ്ടായിരുന്ന നാണക്കേട്, ഇല്ലായ്മ,
കർത്താവ് എടുത്തു മാറ്റി. കർത്താവ് ഓർത്താൽ അനുഗ്രഹമാണ്. നമ്മളിന്ന് പ്രാർത്ഥിക്കണം, കർത്താവെ എന്നെ ഒന്ന് ഓർക്കണേ. ദാനിയേലിന്റെ പുസ്തകം അവസാനിക്കുമ്പോൾ 14-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ ദാനിയേൽ ചങ്കിലെ ചോര കൊണ്ട് കണ്ണിലൊഴുകുന്ന സ്നേഹത്തിന്റെ അസുരഗണങ്ങൾ കൊണ്ട് ഇങ്ങനെ പാടി പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ നീ എന്നെ ഓർത്തല്ലോ, നീ എന്നെ ഓർത്തല്ലോ, നിന്നെ സ്നേഹിക്കുന്നവരെ നീ ഒരിക്കലും മറക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയിലേക്ക് നോക്ക്. നിന്നെ ഒരിക്കലും അവൻ മറക്കില്ല. നീ വെട്ടിക്കളയാവുന്ന ഒരു പാഴ്ജന്മമാണെന്ന് ലോകം പറഞ്ഞിട്ടും, നിങ്ങളെ കൊണ്ടൊരു ഉപകാരമില്ലെന്ന് ഒരു പക്ഷേ ലോകം വിധി കൽപ്പിച്ചിട്ടും, നിനക്കൊരു രക്ഷകനുണ്ടെന്ന് ഇന്ന് കർത്താവ് പ്രൂവ് ചെയ്ത് തരികയാണ്. ഈ ക്രിസ്തുമസ് ഒരാഘോഷത്തിൻ്റെ സമയമല്ല, ഈ ക്രിസ്തുമസ് നിന്റെ ഉള്ളിലേക്ക് നിറയേണ്ട ഒരു ആനന്ദത്തിൻ്റെ ദിവസമാണ്. 25 ദിവസം നീ പ്രാർത്ഥിച്ചൊരുങ്ങേണ്ടത് ഈ സന്തോഷത്തെ അനുഭവിച്ചറിയാനാണ്. നിനക്കൊരു രക്ഷകനുണ്ട്. ലോകം തള്ളിക്കളഞ്ഞിട്ടും, ലോകത്തിൻ്റെ മുമ്പിൽ വിലയില്ലാഞ്ഞിട്ടും, നിന്നെ പരിഗണിച്ച, നിന്നെ മാനിച്ച, നിന്നെ സ്നേഹിച്ച നിന്റെ ഈശോ കണ്ണ് തുറന്നവനെ കാണ്. നിന്റെ രക്ഷകനാണ്. ലോകം വേണ്ടാന്ന് പറഞ്ഞിട്ടും നിന്നെ വേണമെന്ന് പറഞ്ഞ ഈശോ, ഉപകാരമില്ലെന്ന് ലോകം വിധി കൽപ്പിച്ചിട്ടും നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ ഈശോ, കുഴപ്പം നിന്റെ മുമ്പിലാന്ന് പറഞ്ഞിട്ട് നിന്നെ ശപിച്ച ആളുകൾ, നിന്നെ കാണാൻ കൊള്ളില്ലെന്ന് പറഞ്ഞിട്ട്, നിനക്ക് കുറവുകളുണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നെ മാറ്റി നിർത്തിയവര്, ആ ഈശോ നിന്നെ നോക്കി കുഞ്ഞെ പറയാണ്, കുറവുകളുണ്ടെങ്കിലും വേദനകളുണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം. കുഞ്ഞുണ്ടീശോ പിറന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കായി ഒരു രക്ഷകൻ എന്ന് മാലാഖ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നെഞ്ചിന്റെ ഉള്ളിലേക്ക് ആ വിശ്വാസം ആഴ്ന്നിറങ്ങണം. എനിക്കായി ഒരു രക്ഷകൻ, ഐ ഹാവ് എ സേവിയർ, എനിക്കൊരു റെഡീമർ ഉണ്ട്. ആ രക്ഷകന്റെ പേര് ഈശോ എന്നാണ്. എന്നെ വേണമെന്ന് പറഞ്ഞ ഈശോ, ഉപകാരമില്ലെങ്കിലും തള്ളിക്കളഞ്ഞാലും ഒരു സങ്കടത്തിന്റെ ഒരു പെയ്ത്തൊഴുക്കായിട്ട് എൻ്റെ ജീവിതം മാറി നിന്നാലും എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞ ഈശോ, കണ്ണുകളെ തുറന്ന് ഈശോയെ കാണ്. എനിക്ക് വേണം നിന്നെ. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും പട്ടുകുഴിയിൽ പെട്ടുകിടക്കാണെങ്കിലും കുഞ്ഞെ, നീ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക്, ആ ഇരുട്ടിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ വേണം എന്ന് പറയുന്ന ഈശോ. ഒത്തമ്പുരാനെ, ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും ഈശോയെ കായ്ച്ചതില്ല സൽഫലം. ഫലമൊന്നും കണ്ടില്ലേലും നിന്നെ സ്നേഹിക്കുന്ന ഈശോ. സ്നേഹിച്ചല്ലോ എങ്കിലും ഓ ഈശോയെ, ഈ കൊമ്പിനെ തള്ളിയില്ല മുട്ടിന്മേലായിരുന്നുകൊണ്ട് ആ പാട്ട് ധ്യാനിച്ച് ത്യാഗത്തോടെ മുട്ടിന്മേലായിരിക്കും. ഈശോയെ, എത്ര വലിയ സ്നേഹമേ, ഇത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പാടുകേ. ഈശോയെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ സുവിശേഷത്തിന്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. 2 കരങ്ങളും ഈശോയിലേക്ക് നമുക്ക് നീട്ടിപ്പിടിക്കാം. തള്ളിക്കളയാമായിരുന്നിട്ടും മാറ്റിക്കളയാമായിരുന്നിട്ടും എന്നെ സ്നേഹിച്ച ആ സ്നേഹം, ഒരു കുഞ്ഞുണ്ണിയായി കാലിത്തൊഴുത്തിൽ പിറന്ന ആ സ്നേഹം, എനിക്ക് വേണ്ടി ജീവിച്ച, മരിച്ച, ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ എന്നെ നോക്കി നിന്ന് ഈ സമയം എന്നെ ആശീർവദിക്കുന്ന ആ സ്നേഹം, ഇത്ര വലിയ സ്നേഹം എൻ്റെ മേൽ ചൊരിയാൻ കർത്താവേ, നീ എന്നെ തള്ളിക്കളയാതിരുന്ന് എന്നെ ചേർത്ത് പിടിച്ചതിന് ഞാൻ നന്ദി പറയാണ്. 2 കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച്
ഹൃദയം തുറന്ന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ദൈവ കൃപ നിറഞ്ഞവർക്ക് സമാധാനം. സ്വരമുയരട്ടെ, ഹൃദയം തുറന്ന് ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധൻ രക്ഷയ്ക്കായി അവതരിച്ചു, അത്യുന്നതൻ മഹോന്നതൻ. പരിശുദ്ധൻ രക്ഷയ്ക്കായി അവതരിച്ചു, അത്യുന്നതൻ മഹോന്നതൻ. സന്മനസ്സുള്ളോർക്കു സമാധാനം, സന്മനസ്സുള്ളോർക്കു സമാധാനം. സന്മനസ്സുള്ളോർക്കു സമാധാനം, സന്മനസ്സുള്ളോർക്കു സമാധാനം. പരിശുദ്ധൻ രക്ഷയ്ക്കായി അവതരിച്ചു, അത്യുന്നതൻ മഹോന്നതൻ. പുൽക്കൊടിയാമന്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെന്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ